എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുകയാണ് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ നമ്മുടെ ചാനലിലേക്ക് അതിഥിയായി വരാൻ പോകുന്ന സൈറയുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവിധ ആശംസകളും നിങ്ങളിലേക്ക് നേരുകയാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത് പുതിയൊരു വർഷം തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാടധികം നോട്ടിഫിക്കേഷൻ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. യാതൊരു ടെൻഷനോ കാര്യങ്ങളോ വേണ്ട. ഇത്ര വർഷങ്ങൾ ഏകദേശം കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മളിത് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡെഫിനറ്റായിട്ട് മുന്നിലേക്ക് നിങ്ങൾക്കിത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. പ്രധാനമായിട്ടും പറയാനുള്ളത് ഇന്നൊരു നോട്ടിഫിക്കേഷൻ കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് കേരള പോലീസിൻ്റെ യൂണിഫോം പോസ്റ്റിന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ലെങ്കിലും ഇതൊരു തുടക്കം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധിയധികം പോസ്റ്റുകൾ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈറ വരാൻ പോകുന്നത് ഈ ഒരു വർഷം തന്നെയാണ്. ഇപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സൈറ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയാം. എന്തായാലും അതൊരു സർപ്രൈസ് തന്നെയാണ്. നമ്മുടെ 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെയും 5 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെയൊക്കെ ആയിട്ട് ഭാഗമായിട്ടുള്ളൊരു സർപ്രൈസ് തന്നെയാണത്. അതെന്തായാലും ആ ഒരു മൊമെൻറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരള പോലീസിലേക്ക് വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ പുതുവർഷം ഒന്നുകൂടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് 30/12/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 4/2/2026 വരെയാണ്. അതായത് അടുത്ത മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഫെബ്രുവരി 4 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കുന്ന മെത്തേഡ് കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 640/2025 ആണ്. ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം കേരള PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കേരള PSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് 1 ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കേരള പോലീസ് സർവീസിലേക്ക് ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ST ഉദ്യോഗാർത്ഥി. ST ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിംഗ് സാലറി 39,300 മുതൽ 83,000 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. ബറ്റാലിയൻ വൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. തൃശ്ശൂർ വന്നിട്ടുണ്ട്. തൃശ്ശൂർ KP2. ചിലവർക്ക് ഈ ബറ്റാലിയൻ എന്ന് പറയുമ്പോൾ ഈ ജില്ലയിലുള്ളവർക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ എന്നുള്ളൊരു ഡൗട്ട് വരും. ബറ്റാലിയൻ എന്ന് പറയുമ്പോൾ ആ ഒരു ബറ്റാലിയനിലേക്ക് ഉള്ള വേക്കൻസിയാണ്. അവിടെയാണ് ബറ്റാലിയൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങോട്ടുള്ള വേക്കൻസി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കുക. എല്ലാവർക്കും എന്ന് പറയുന്നത് ഇതിൽ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തൃശ്ശൂർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും KP2. അതുപോലെ തന്നെ 2 ഒഴിവുകളാണ് ST ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ മലപ്പുറം MSP വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഒഴിവാണുള്ളത്. കാസർഗോഡ് KP4 വന്നത് കാണാൻ സാധിക്കുന്നതാണ്. 2 ഒഴിവ് ST ഉദ്യോഗാർത്ഥികൾക്കാണുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കുക. ബറ്റാലിയൻ ബേസിലാണ് വിളിച്ചുള്ളത്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഷെഡ്യൂൾ ട്രൈബ്സിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 20 to 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 2/1/1989 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് മാത്രമാണ് കേട്ടോ. മിനിമം 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇവിടെ കാണാൻ സാധിക്കും ദോസ് ഹു ഹാവ് ഫെയിൽഡ് ഇൻ SSLC ഷാൽ ഓൾസോ ബി കൺസിഡർ ഇഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ദി ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് നോട്ട് അവൈലബിൾ. അതായത് 10ാം ക്ലാസ് വിജയിച്ചിട്ടുള്ള കുട്ടികളുടെ അപേക്ഷകൾ കുറവാണ്. ST ഉദ്യോഗാർത്ഥികളുടെ കേസിൽ അപേക്ഷകൾ കുറവാണെങ്കിൽ 10ാം ക്ലാസ് തോറ്റവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കോട്ട റിസർവേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ 10ാം ക്ലാസ് ഫെയിൽ ആയവർക്കും അപേക്ഷിക്കാം. പക്ഷേ 10ാം ക്ലാസ് പാസ്സായവരുണ്ടെങ്കിൽ അവരെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എടുക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് വേക്കൻസി ഫില്ലായ പിന്നെ എടുക്കണമെന്നുമില്ല. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ 160 സെൻറ്റിമീറ്റർ ഉയരം വേണം. അതുപോലെ തന്നെ 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ PSC എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഫിസിക്കലിൽ ഏകദേശം 8 ഐറ്റംസ് ഉണ്ട്. അതിൽ 5 എണ്ണം മാത്രം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. വെറും 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി. ഓരോന്ന് ഇവിടെ കാണാൻ സാധിക്കും. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിംഗ്, പുള്ളപ്പ് ഓർ ചെന്നിങ്, 1500 മീറ്റർ ഓട്ടം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഈ മാർക്ക് ചെയ്ത് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇത് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവില്ല, നേരെ ഇതായിരിക്കും പാസ്സായിട്ടുണ്ടാവുക. അങ്ങനെ ഏതെങ്കിലും 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവും. ഇത് പാസ്സാവാനായിട്ടുള്ള ടൈം, ഡിസ്റ്റൻസ്, കൗണ്ട് കാര്യങ്ങളൊക്കെ തൊട്ടിപ്പുറം കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യോഗ്യതയുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.